70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശത്തിന് ആരംഭം കുറിച്ച് പള്ളുരുത്തി ബോട്ട് ക്ലബ്ബ്. തുടർച്ചയായ 5ാം കിരീടം ലക്ഷ്യമിടുന്ന PBC ഇത്തവണ കാരിച്ചാൽ ചുണ്ടനുമായാണ് വരുന്നത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഈ വർഷത്തിൽ ഞങ്ങൾക്ക് ഒരു ആവേശക്കുറവുമില്ല. ഞങ്ങളുടെ വള്ളം ഈ വർഷം നെഹ്റു ട്രോഫിയിൽ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങളുടെ ടീം അംഗങ്ങളുടെ ചുറുചുറുക്കായ ചെറുപ്പക്കാരുടെ പ്രവർത്തനമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിശ്വാസം. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് 1970 മുതൽ നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള വള്ളങ്ങളിൽ പങ്കെടുക്കുകയാണ്. 1988, 1998, 2019, 2022, 2023, ഇതിന് ശേഷം 24 ഈ നെഹ്റു ട്രോഫി കായലിനെ പുളകമണിയിച്ചുകൊണ്ട് നമ്മുടെ ടീം അംഗങ്ങളുടെ കൈക്കരുത്ത്, അവരുടെ മെയ്ക്കരുത്ത് അവരിവിടെ കാഴ്ചവെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ തവണ വീയപുരം ചുണ്ടനിലാണ് PBC ക്ലബ്ബ് വിജയക്കൊടി പാറിച്ചത്. എന്നാൽ തുടർച്ചയായ 5ാം കിരീടമെന്ന ചരിത്ര നേട്ടം ലക്ഷ്യമിടുന്നതിനാൽ ഇത്തവണ മത്സരിക്കുന്നത് വള്ളംകളിയുടെ ജലചക്രവർത്തി കാരിച്ചാൽ ചുണ്ടനിലാണ്. നെഹ്റു ട്രോഫി ഏറ്റവും കൂടുതൽ തവണ കരസ്ഥമാക്കിയ ചുണ്ടൻ വള്ളം കൂടിയാണ് കാരിച്ചാൽ ചുണ്ടൻ. മത്സരിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളിൽ ഒന്നിന്റെ മാത്രം ട്രാക്ക് എൻട്രി ആയിട്ടും വലിയ ആവേശത്തിലാണ് വള്ളംകളി പ്രേമികൾ ചുണ്ടൻ വള്ളത്തെ സ്വീകരിച്ചത്. ആവേശം നന്നായിട്ട് പോവാണ്. ഇപ്പൊ എല്ലാവർക്കും ഒരു ഉറപ്പുണ്ട്, നമ്മുടെ ക്ലബ്ബ് PBC ജയിക്കും ഇത്തവണത്തെ നെഹ്റു ട്രോഫിയും. അപ്പൊ ആവേശം സൂപ്പറാണ്. ഇത്തവണ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ 19 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 70 വള്ളങ്ങളാണ് വിവിധ വിഭാഗങ്ങളായി മത്സരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മറ്റു ചുണ്ടൻ വള്ളങ്ങളും പുന്നമടക്കായലിലേക്ക് എത്തുമ്പോൾ ഓഗസ്റ്റ് 10 നടക്കുന്ന ജലോത്സവത്തിനായി കാത്തിരിക്കുകയാണ് വള്ളംകളി പ്രേമികളും നാട്ടുകാരും. ന്യൂസ് മലയാളം, ആലപ്പുഴ.